നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കഴിഞ്ഞ 5-8 മാസമായിട്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടാണ് ഏറ്റെടുത്തത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു നേട്ടം എന്നുള്ള നിലയിൽ ജൂൺ മാസം മുതൽ പുതിയതായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ വന്നു ചേരുവാനും ഒരുപക്ഷെ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടതാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടു കൂടിയതായിട്ടുള്ള ഒരു ജോലി ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസരത്തെ സ്വീകരിക്കാൻ ഇടവരും. പ്രാരംഭത്തിൽ ഈ മാസത്തിൽ തന്നെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വരുമെങ്കിലും കുടുംബാംഗങ്ങളെ അവിടെ കൊണ്ട് താമസിപ്പിക്കുക എന്ന സങ്കല്പം മെയ് മാസത്തിന് ശേഷം മാത്രമാണ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. സൗഹൃദ സംഭാഷണത്തിൽ പുതിയ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട ആശയങ്ങൾ ഉദിക്കുവാനിടവരും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്ന് പിന്മാറി വ്യാപാര മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് സ്വല്പം വ്യതിചലനം വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അന്തിമമായിട്ട് ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധ്യതയുണ്ട്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ചില കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തുവാനായിട്ട് ധ്രുവീകരിക്കാൻ അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. സ്വയം ഭരണാധികാരം ഏറ്റെടുക്കുന്നത് വഴി ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ മേലധികാരികളിൽ നിന്നും അനുമതി തേടുവാനിടവരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവസരമുണ്ടാകും. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. പലപ്പോഴും മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല കാര്യങ്ങളും ഭാവിയിലേക്ക് ഗുണകരമാണ് എങ്കിൽ പോലും പ്രായോഗികമല്ലാത്തതുകൊണ്ട് ചിലതെല്ലാം ഒഴിവാക്കുവാനും പ്രായോഗികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിലും അല്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്ന വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഉപരിപഠനത്തിന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനിടവരും. പലപ്പോഴും ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് സംശയാസ്പദമായിട്ടുള്ള പല സാഹചര്യങ്ങളെ കൊണ്ട് പരീക്ഷ എഴുതിയാലോ വേണ്ടയോ എന്ന് പല തോന്നലും ഉണ്ടാകുമെങ്കിലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളാലും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളാലും ആത്മാർത്ഥമായിട്ട് ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുവാൻ തയ്യാറാകുവാനിടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടവരും. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധ്യത കാണുന്നു. ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും അനുമതി ലഭിക്കുവാനും പ്രാഥമികമായിട്ട് ഫീസ് അടയ്ക്കുവാനുമുള്ള അനുമതി ലഭിക്കുവാനിടവരും. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഭൂമി ഭാഗം വയ്ക്കുന്നതിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനും അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനും സാധ്യതയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അതിന്റെ അക്ഷരം പ്രതി അനുസരിക്കുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് ചില വ്യവസായ മേഖലകളെല്ലാം തന്നെ ധ്രുവീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും. താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് സമീപത്തുള്ള ഭൂമി വാങ്ങുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും.
വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുവാനിടയുള്ളത് കൊണ്ട് പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങളെ പോലും അതിജീവിക്കാൻ ഉപകരിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യായാമത്തിന് പ്രാധാന്യം നൽകുകയും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ വെളിച്ചത്തിലുമായിരിക്കാം ഇങ്ങനെയുള്ള അവസരം വന്നു ചേരുന്നത്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ശുഭസൂചകങ്ങളായിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അവിചാരിതമായിട്ട് സുഹൃത്തുക്കളോടൊപ്പം ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനിട വരുമെങ്കിൽ പോലും അമിതമായിട്ടുള്ള ആവേശം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കർമ്മമണ്ഡലങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള ആശയങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായതുകൊണ്ട് അനുവർത്തിക്കാൻ അവസരം വന്നു ചേരും. കുറ്റങ്ങളും കുറവുകളും സ്വയം മനസ്സിലാക്കി ധ്രുവീകരിക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിദേശ പര്യടനത്തിന് അപേക്ഷകൾ നൽകുവാനിട വരുമെങ്കിൽ പോലും ഉദ്യോഗസ്ഥലത്ത് നിന്നും അനുമതി ലഭിക്കാതെ ഇടയുള്ളത് വളരെ കുറവായതുകൊണ്ട് സ്വല്പം സമാധാനക്കേട് ഉണ്ടാകുവാനും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരം വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കും. ആത്മീയ പ്രഭാഷണങ്ങൾ പുതിയതായിട്ടുള്ള ചിന്താഗതികൾക്ക് വഴിയൊരുക്കുവാനും എല്ലാത്തിലും ഒരു മിതത്വം ഈശ്വരാരാധനകൾ തന്നെയാണ് ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കുക എന്ന ഉൾബോധം ഉണ്ടാകുവാനും ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തോടുകൂടി മറ്റൊരു പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുവാനും ഒരുപക്ഷെ നിലവിലുള്ള സ്ഥാപനത്തിൽ മറ്റൊരു സ്ഥലത്തേക്കായിരിക്കും ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുള്ളത്. ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്നതിനൊക്കെ 5-6 മാസം താമസം വന്നു എന്നും വരാം. ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് വളരെ ഗുണകരമായി തീരും. പലപ്പോഴും വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. പലപ്പോഴും ജീവിത പങ്കാളിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള ആശയങ്ങൾ സർവാത്മന സ്വീകരിക്കുന്നത് കുടുംബത്തിലെ സമാധാന അന്തരീക്ഷത്തിന് വഴിയൊരുക്കുവാൻ ഉപകരിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ പുതിയ ആശയത്തോടുകൂടി പുതിയ കൃഷി രീതികൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വിളവെടുപ്പ് അനുകൂലമായി തീരുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ പൂർണ്ണമായിട്ട് വിളവെടുപ്പ് എന്നത് ജൂൺ മാസത്തിനു ശേഷമേ പൂർത്തീകരിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വിളവെടുപ്പ് വന്നു ചേരുവാനും വിളകൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള വില ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും ഈ ഒരു പാത തുടരുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. പുനഃപരീക്ഷയിൽ ഭംഗിയായിട്ട് എഴുതുവാനും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുവാനും സാധിക്കും. പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പ്രാരംഭത്തിൽ ചില ജോലിക്കാർക്കെല്ലാം അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന നിർദ്ദേശം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള അവസരമുണ്ടാകുമെങ്കിൽ പോലും ഒരുപക്ഷെ മക്കളുടെ വിവാഹം എന്ന സങ്കല്പത്തിനു വേണ്ടി പണം മുതൽ മുടക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി സ്വരൂപിച്ചു വെച്ച പണം തൽക്കാലത്തേക്ക് വാഹനം മാറ്റി വാങ്ങുന്ന തീരുമാനത്തിൽ നിന്നും
പിന്മാറുവാനുള്ള യോഗം കാണുന്നതുമുണ്ട്. ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുക, ഒരുപക്ഷെ ജീവിതശൈലി രോഗമായിട്ട് പരിണമിക്കുക. ഇതിന്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ഒരു 3-4 മാസത്തേക്ക് നിർബന്ധമായിട്ടും ഭക്ഷണ ക്രമീകരണത്തിന് തയ്യാറാകുവാനും ഒരുപക്ഷെ വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും യാത്ര ചെയ്തുകൊണ്ടുള്ള ജോലികളെല്ലാം ഒഴിവാക്കി ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും അവലംബിക്കാനും അവസരം വന്നു ചേരും. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പണം മുതൽ മുടക്കുവാനും ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം എന്നത് ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. വേറെ ചില വിദ്യാർത്ഥികൾക്ക് ജന്മനാട്ടിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും പക്വത കുറവ് കൊണ്ട് ചില കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങൾ അനുഭവപ്പെടുവാനോ അർഹമായത് ലഭിക്കുകയില്ല എന്ന ധാരണയുണ്ടാകുവാനോ സാധ്യതയുള്ളത് കൊണ്ട് പക്വത എന്ന ഒരു സമത്വം അല്ലെങ്കിൽ മിതത്വം പാലിക്കുവാനുള്ള ഒരു സാഹചര്യങ്ങൾ സ്വയമേവ ജീവിതത്തിൽ പകർത്തുവാൻ സ്വയമേവ തയ്യാറാകുവാൻ ഇടയുണ്ട്. ചികിത്സ ഫലിക്കുന്നത് വഴി തൊഴിൽ മേഖലയിൽ ആദ്യം പുനരാരംഭിക്കാൻ അവസരം വന്നു ചേരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പ്രായാധിക്യമുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കുക, ഇനി മുതൽ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നിലവിലുള്ള രാജ്യത്തിൽ നിന്നും സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാനോ അല്ലെങ്കിൽ ആ ജോലിക്ക് അപേക്ഷകൾ നൽകുവാനോ സാധ്യതയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ലോക്യത്തോടുകൂടി തന്നെ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ട് പണം മുതൽ മുടക്കാതെ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുകൊണ്ടും ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടും പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും അവസരമുണ്ടാകും. 6 മാസത്തിന് ശേഷമേ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് തക്കവണ്ണം തയ്യാറാകുവാൻ ഇടയുണ്ട്. ആചാര മര്യാദകൾ പാലിക്കുന്നത് വഴി അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി 2025 ഓഗസ്റ്റ് മുതൽ 2026 ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനോ കരാർ ജോലികൾക്ക് ഒപ്പുവയ്ക്കുവാനോ സാധ്യതയുണ്ട്. നിലവിലുള്ള തസ്തികയിൽ ഇനി മുതൽ ഒരു ഉയർച്ചയ്ക്ക് സാധ്യതകൾ കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭാവിയിലേക്ക് തൊഴിൽ സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഗർഭം അലസുവാനിടയുള്ളത് കൊണ്ട് മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ വിശ്രമം വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പരിസരവാസികളുടെ സമീപനം കൃത്യമല്ലാത്തതുകൊണ്ടും തൃപ്തികരമല്ലാത്തതുകൊണ്ടും മാറി താമസിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മവിശ്വാസവും ഉണ്ടാകുവാൻ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.